ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തോട്ട് ഞാൻ കുറച്ച് കാലം മുമ്പാണ് എൻ്റെ ഹെയർ കെയർ ജേർണി എങ്ങനെയായിരുന്നു. ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പണ്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു, പിന്നെ കേളി ആയി. പക്ഷേ ഇപ്പോൾ പിന്നെയും എൻ്റെ മുടിക്ക് ചെറുതായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സോ ഐ തോട്ട് ഐ ടെൽ യു ദ ഹോൾ സ്റ്റോറി ആസ് ടു എങ്ങനെയാണ് മുടിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. എൻ്റെ ഹെയർ കെയർ റുട്ടീനാണെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് I'll tell you all, like എല്ലാം പറയാമെന്ന് ഓർത്തു. സോ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല കമ്മലും മാലയും, ഇതൊക്കെ എൻ്റെ മറ്റേ DNS ജ്വല്ലറിയുടെ ബ്രാൻഡിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. രണ്ടും കമ്മലിട്ടേക്കുന്നതും മാല ഇട്ടേക്കുന്നതും എൻ്റെ തന്നെ ബ്രാൻഡിൻ്റെ ആണ്. അതിൻ്റെ നിങ്ങൾക്കറിയാലോ, ഓർഡർ ചെയ്യണമെങ്കിൽ ഏത് നമ്പറിലേക്കാണെന്നൊക്കെ ഉള്ളത് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തേക്കാം. സോ ഇതെന്താ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കുന്നതാണ് അങ്ങോട്ടേക്ക്. സോ ഞാൻ ഓർത്തു കുറേ ദിവസമായിട്ട് ഇപ്പം മുടി ഇപ്പം ഇങ്ങനെ കേളി ആയിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത്. നിങ്ങൾ താഴേക്ക് കണ്ടില്ലേ, കേളി ആയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ കുറേ കാലമായി ഞാൻ ആക്ച്വലി സ്ട്രെയിറ്റൻ ചെയ്തിട്ട്. സോ ഐ വാസ് ലൈക്ക്, വൈ നോട്ട് എ ചേഞ്ച് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊരു ചേഞ്ച് ഉള്ളത് നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ സ്ട്രെയിറ്റൻ മൈ ഹെയർ ഓൾസോ. അപ്പം സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ട് നിങ്ങളോട് കഥ പറയാലോ എന്ന് ഞാൻ ഓർത്തിരിക്കുകയാണ്. സോ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഗാരോൻ്റെ സ്ട്രെയിറ്റ്നറാണ്, ഹെയർ സ്ട്രെയിറ്റ്നർ ബ്രഷാണ്, HSB 2107. ഇത് അയോണിക് ടെക്നോളജിയാണ്, അതുപോലെ തന്നെ പാരൽ ഡിസൈനിങ്ങും ആണ്. ആൻഡ് അതുപോലെ നല്ല ഹെയർ സ്ട്രെയിറ്റനിങ്ങും നല്ലപോലെ ഉണ്ടാവും. ആൻഡ് 1 year വാറണ്ടിയാണ് ഇതിന് തരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലൗസും കൂടെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലൗസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റിൻ്റെ സമയത്ത് നമ്മുടെ കൈക്ക് ഇട്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നിങ്ങളോട് കഥ പറഞ്ഞ് തുടങ്ങാൻ. റൈറ്റ്, എൻ്റെ അഞ്ച് കൈ 5 ഫിംഗേഴ്സ്, ഗോട്ട് ഇറ്റ്. ഇതാണ് നമ്മൾ സ്ട്രെയിറ്റ്നറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കയ്യിലിട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ സ്ട്രെയിറ്റ്നർ. ഇതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ ബ്രഷ്. സോ ഇവിടെ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് ഓണാക്കി വെച്ചേക്കുവാണ്. സോ ഇത് ഓൺ ബട്ടൺ ഞെക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടില്ലേ, ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ സ്ട്രക്ചർ അനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് ഈ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വേണ്ടി വരും, ബിക്കോസ് കേളി ആയിട്ടുള്ള കുറച്ച് അങ്ങനെ ഓൺ ദ തിക്കർ സൈഡായിട്ടുള്ള ഓൺ ദ കേളിയർ സൈഡുള്ളവർക്ക് ഏറ്റവും ഹൈയിൽ വേണം ഇടാൻ. അപ്പോൾ നമ്മൾ ഏറ്റവും ഹൈ ആക്കുവാണ്. അപ്പോൾ കുറച്ച് കേളി അല്ലാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ തന്നെയാണ്. കുറച്ച് വേവി മാത്രമായിട്ടാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് കുറയ്ക്കാം. കണ്ടില്ലേ, നമ്മൾ 1 or 2 ഇട്ടാൽ മതി. പക്ഷെ ഞാൻ ഹീറ്റ് ഫ്ലെയിം കുറച്ചുകൂടെ കൂട്ടിയാണ് ഇടുന്നത്. ഞാനൊരു 5 ഇടുന്നത്. സോ നമ്മളിത് ഒന്ന് ചൂടാവാൻ വേഗം തന്നെ ഇത് ഹീറ്റഡ് അപ്പ് ആവും, അത്ര സമയം എടുക്കില്ല. സോ ഐ തോട്ട് ഐ കോംബ് മൈ ഹെയർ ആദ്യം, എന്നിട്ട് ഐ സ്റ്റാർട്ട് സ്ട്രെയിറ്റനിങ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ സ്റ്റോറി അല്ലേ? സോ അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഞാനൊരു 12th വരെ പഠിക്കുന്ന സമയത്ത്, ഒരു 12th സ്റ്റാൻഡേർഡ് വരെ ഞാനിവിടെ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. സോ 12th വരെ പഠിക്കുന്ന സമയത്ത് ഐ ഹാഡ് ലൈക്ക് സൂപ്പർ സ്ട്രെയിറ്റ് ഹെയർ. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്ട്രെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഫായിരുന്നു മുടി, പക്ഷെ സ്ട്രെയിറ്റ് ആയിരുന്നു മുടി. കാണുന്നവർക്ക് തോന്നും ഭയങ്കര സോഫ്റ്റ് ആണെന്ന്, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡായിരുന്നു തൊടുന്ന സമയത്ത്. പക്ഷെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിരുന്നു കാണാൻ. സോ ഐ വാസ് ലൈക്ക്, ഓക്കെ, മൈ ഹെയർ ഇസ് സ്ട്രെയിറ്റ്. അമ്മയ്ക്ക് ചെറുതായിട്ട് ഫ്രിസി കേളി ഹെയർ ആണ്. ഫ്രിസി അല്ല, ആക്ച്വലി കേളി ഹെയർ ആണ്. പപ്പയ്ക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു, ചേച്ചിക്കും സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക്, ഓക്കെ, എനിക്കും സ്ട്രെയിറ്റ് ഹെയർ ആണ്. ആൻഡ് ആ സമയത്ത് സ്ട്രെയിറ്റ് ഹെയർ വാസ് എ ട്രെൻഡ് അല്ലേ? അപ്പം നമുക്കപ്പം കേളി ഹെയർ എന്താണെന്നൊന്നും ആ സമയത്ത് അറിയില്ല. നമുക്ക് ഫ്രിസി ഹെയർ ആയി കേളി ഹെയർ റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ കേളി ഹെയർ ആവുമെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. സോ ഒരു 12th വരെ, +2 വരെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ട്, BBLLB പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റിലേക്ക് പോയി. അപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയപ്പോഴാണ് ഫസ്റ്റ് ഇയർ ഒക്കെ അവിടെ എല്ലാ ദിവസവും നമ്മൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തല കുളിച്ച് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തിയിട്ടും അവിടുത്തെ ഹോസ്റ്റൽ വെള്ളത്തിൽ എല്ലാ ദിവസവും തല കുളിക്കുമായിരുന്നു. സോ എല്ലാ ദിവസവും തല കുളിച്ച് ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫൗണ്ട് ഔട്ട്, 6 months ഒന്നുമില്ല, ആക്ച്വലി 2-3 months ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ മുടി ഭയങ്കരമായിട്ടും ഇങ്ങനെ റഫ് ആവുക, പിന്നെ താഴെ ചെറുതായിട്ട് ഇങ്ങനെ കേളി പോലെ. പക്ഷേ ലൈക്ക് നമ്മൾ കോംബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് കേളി ആവുന്നില്ല, സ്ട്രെയിറ്റും അല്ല, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള നേച്ചറിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. സോ ഐ വാസ് ലൈക്ക്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മൈ ഹെയർ? അയ്യോ, എന്താണ് പറ്റുന്നത്? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ പോയിട്ട് മുന്നിൽ സ്ട്രെയിറ്റൻ ചെയ്തു, മുൻഭാഗം മാത്രം. സോ ഞാൻ ഇതിൻ്റെ ബിഫോർ പിക്ചർ ആഫ്റ്റർ പിക്ചർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന്. സോ അത് ലൈക്ക് സ്ട്രെയിറ്റൻ ചെയ്തു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ, റെഡിയായി എന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചു. പിന്നെ കൊറോണയുടെ സമയം നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, മുടി നീളാൻ തുടങ്ങി.
ആൻഡ് മുടിക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ കേളി ആവുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി. സോ ആ സമയത്ത് ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു മൈ ഹെയർ, ബട്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഓക്കെ മേ ബി എന്തെങ്കിലും മാറ്റമായിരിക്കാം, വരുന്ന മാറ്റമായിരിക്കാം എന്നോർത്ത് ഐ ജസ്റ്റ് ട്രസ്റ്റഡ് ദ പ്രോസസ്സ്. ഇപ്പം അങ്ങനെ പറയാം, പക്ഷേ ആ സമയത്ത് ഐ വാസ് ജസ്റ്റ് ഫ്രീക്കിംഗ് ഔട്ട്. ഐ വാസ് തിങ്കിങ് എന്താണിത്, എന്തുകൊണ്ടാണ് മുടിക്ക് ഇങ്ങനെ വരുന്നതെന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ കൊറോണ കഴിഞ്ഞ് തിരിച്ചു പോകാറാകുമ്പോഴത്തേക്കും എൻ്റെ മുടി ഓൾമോസ്റ്റ് ഫുള്ളി വേവിയായി. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ദിവസം ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എന്താ ചെയ്യുക, കേളി ഹെയർ റൊട്ടീൻ അല്ലെങ്കിൽ മുടി നനച്ചിട്ട് ചീകുന്നില്ല, ലൈക്ക് കോംബ് ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യാം എന്നോർത്തിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് മുടി കേളി ആയിട്ടിരിക്കുന്നുണ്ട്. മുടി കേളിയാണ് ആക്ച്വലി സ്ട്രെയിറ്റ് അല്ല. ആൻഡ് ആ സമയത്ത് തന്നെയാണെങ്കിൽ ഞാൻ ഹെയർ കെയർ റുട്ടീനിൽ സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കുന്ന സമയത്ത്, ഫ്രിസി ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ യൂസ് ടു ഈ നമ്മുടെ സവോള ഇല്ലേ, അണിയനും അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ആൻഡ് ആക്ച്വലി അത് നമ്മളെ സവോള അണിയനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് മുടി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടല്ലോ, നമ്മുടെ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്ത് നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ ഒരു 3-4 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് അത് ചൂടാക്കി വാം ആക്കിയിട്ട് നല്ലപോലെ തല മസാജൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നീളുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേളി ആയിട്ടാണ് നീളുന്നത്. സോ അവിടെ വരെ എത്തിയില്ലേ, ഞാൻ മുടി എന്തായാലും എന്താ പറയുക കോംബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റിങ്ങിലോട്ട് കടക്കാം. സ്ട്രെയിറ്റൻ ചെയ്യണ്ടേ? അപ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാർട്ടീഷനായിട്ട് എടുക്കുവാണ്. ആദ്യം നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് മുകളിലേക്കാക്കി കെട്ടി വെക്കാം. ഓക്കെ അല്ലേ? നമ്മൾ മുടി എപ്പോഴും സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്ത് വിഭജിച്ച് വേണം സ്ട്രെയിറ്റൻ ചെയ്യാൻ. ഇത് എന്ത് ചെയ്യുക, ഇങ്ങനെ കെട്ടി അങ്ങോട്ട് വെക്കുവാണ് ഞാൻ. ഓക്കെ അല്ലേ? കെട്ടി വെക്കുവാണ് കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വലി ഹെയർ സ്റ്റൈലായിട്ട് നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ബാക്കിൽ ഇത്രയും ഹെയർ ആണോ ഉള്ളത്, അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കോംബ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇത് ഓണാക്കട്ടെ. നമ്മുടെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് കോംബ് ചെയ്ത് തുടങ്ങണം. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് പാർട്ടീഷൻ എടുക്കുവാണ്. യെസ് ഗൈസ്, ഞാൻ ഒന്നുകൂടെ ഗ്ലൗസ് ഇടട്ടെ, കാരണം കഥ പറയുന്ന സമയത്ത് ഞാൻ ഗ്ലൗസ് മാറ്റിയായിരുന്നു ചെറുതായിട്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഗ്ലൗസ് എടുത്തിടാം. റെഡി ഗൈസ്? ഹൗ ആർ യു? ഓൾ ഓഫ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം ശരിയാവും. ഓക്കെ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാക്കി. ഇനി ഉള്ളിന്ന് വേണം നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എടുക്കുവാണ്. നമ്മുടെ സ്ട്രെയിറ്റ്നർ ഇതാ ഉണ്ട്. നമ്മൾ ഉള്ളിന്ന് വേണം സ്ട്രെയിറ്റൻ ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഉള്ളിന്ന് നമ്മൾ ചീകി പുറത്തേക്ക് എടുക്കുവാണ്. കണ്ടില്ലേ? ഉള്ളിന്ന് ചൂടാവാനുള്ള കുറച്ച് സമയം എടുക്കുന്നത്. അങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാനാണ് വേണ്ടത്. ആക്ച്വലി നോക്കിയേ, മോൾ ഭാഗം സ്ട്രെയിറ്റ് ആയില്ലേ? ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, ചൂടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഉള്ളിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൺസ് കിട്ടുന്നത്. നമ്മളെപ്പോഴും ഉള്ളിന്ന് പുറത്തേക്ക് ഇടുമ്പോൾ നമുക്കൊരു ബൗൺസും അതിൻ്റെ പോലെ തന്നെ നമുക്കൊരു ഇച്ചിരി കൂടെ ഒരു എക്സ്ട്രാ സ്ട്രെയിറ്റനിങ് ആയിട്ടുള്ളൊരു എഫക്റ്റും കൂടെ കിട്ടും. സോ നമുക്കൊന്നുകൂടെ ഒന്ന് ചീകി എടുത്തു, എന്നിട്ട് പതുക്കെ എടുക്കുക. ഓക്കെ, പതുക്കെ എടുത്താൽ മതിയേ. പതുക്കെ ഇത് ഇങ്ങോട്ടേക്ക് ആക്കി ഇങ്ങനെ അതിൻ്റെ പതുക്കെ ഇങ്ങനെ എടുക്കുക. റെഡി? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇത് സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. അടിയിലേക്കും കൂടെ സ്ട്രെയിറ്റൻ ചെയ്യാൻ, എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ അടിയിലേക്കും കൂടെ സ്ട്രെയിറ്റൻ ചെയ്യണം. കാരണം കേളി ഹെയർ ഉള്ള ആൾക്കാരുടെ അവസ്ഥ അറിയാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ എവിടെ വരെയാണ് എത്തിയത്? നമ്മൾ എത്തിയത് എവിടെ വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഗോഡ്, സ്ട്രെയിറ്റ് ആയി കിട്ടി. സ്ട്രെയിറ്റ് ഗൈസ്, കണ്ടില്ലേ? ഇത്രയും നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നതാണ്. ഞാൻ ഓർത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അടിയിലും കൂടെ ആകുമ്പോൾ ആ ബൗൺസും കൂടെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് സൂപ്പർ കൂൾ. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡ് നമുക്കെടുത്ത് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ വരെയായിരുന്നു എത്തിയത്?
അപ്പോൾ എൻ്റെ മുടി കേളി ആവാൻ തുടങ്ങി. സോ ഞാൻ ബാംഗ്ലൂർ തിരിച്ച് കൊറോണയുടെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് എൻ്റെ മുടി മൊത്തത്തിൽ കേളിയായി. ഞാൻ ആ സമയത്തെ പിക്ചർ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. കേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ തൊട്ടേ ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി പണ്ട് സ്ട്രെയിറ്റൻ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത മുടി ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഞാൻ ഇവിടെ വരെ ആക്കി. അതിൻ്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ വരെ ചെറുതാക്കി. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, സ്ട്രേറ്റ് ചെയ്ത് അവിടെ കിടക്കട്ടെ, ഇനി മുടി എങ്ങനെ വളർന്നു വരുന്നത് നോക്കാം എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വരെ കട്ട് ചെയ്ത് കളഞ്ഞു. സോ അതിന് ശേഷം പിന്നെ വളർന്നതെല്ലാം എന്തായിട്ടാണ്, കേളി ആയിട്ടാണ് വളർന്നത്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഫ്രം ഇൻസൈഡ് ആൻഡ് ദെൻ കണ്ടോ ഹീറ്റ് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ള ഹീറ്റാണ്. കുറച്ചുകൂടെ തിൻ ഹെയർ ആയിട്ടുള്ളവർക്ക് ഹീറ്റ് കുറച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹീറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ എന്നിട്ട് വെയിറ്റ് ഓക്കെ. അപ്പോൾ മുടി മുറിച്ചു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി കേളി ആയി വരുന്നത് കേളി ആവട്ടെ. എന്നിട്ട് കേളി ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ മെയിനായിട്ടും കേളി ഹെയറിൻ്റെ ട്രെൻഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ് കേളി ഹെയർ ഇസ് അടിപൊളിയാണ്, നമ്മുടെ നാച്ചുറൽ കേൾസിന് നമ്മൾ എംബ്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ബോധം വെച്ചത് ആയതുകൊണ്ട് തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ഇറ്റ്സ് നൈസ് ടു ഹാവ് കേളി ഹെയർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ട് എനിക്ക് കേളി ഹെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞു ഐ വാസ് ലൈക്ക് ഐ റിയലി ലുക്ക് ഗുഡ് ഇൻ കേളി ഹെയർ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് എംബ്രേസിങ് എന്ത് കേളി ഹെയർ എംബ്രേസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കേളി ഹെയർ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവരും എന്നോട് കേളി ഹെയർ റുട്ടീനൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആദ്യം റുട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് ചുമ്മാ വെറുതെ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോഴും ഞാൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്. പ്രൊഡക്ട്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുടി കോമ്പ് യൂസ് ചെയ്യുന്നത് നിർത്തി. കോമ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യേണ്ട ആവശ്യം വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമേ ഞാൻ ഇപ്പം ഉപയോഗിക്കാറുള്ളൂ, കോമ്പ് ഉപയോഗിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ കോമ്പ് ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിൻ്റെ കേളി ഹെയർ ഉള്ള ആൾക്കാരുടെ സ്ട്രക്ചറിനെ നശിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അങ്ങനെ അപ്പം അതിന് ശേഷം ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ രണ്ട് സൈഡും നോക്കിയേ, സ്ട്രെയിറ്റ് ആയില്ലേ? ഒന്നുകൂടെ ഒന്ന് ചെയ്യാം കേട്ടോ, ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് ഹീറ്റ് അറിയുന്നുമില്ല. നമ്മുടെ ചില സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ്നസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് അറിയും, കയ്യിലേക്ക് ഹീറ്റാവും. പക്ഷെ അതിന് ഇവർ ഓൾറെഡി ഒരു ഗ്ലൗസും തന്നിട്ടുണ്ട്. ഭയങ്കര നല്ല രസമില്ലേ ഇങ്ങനെ ഗ്ലൗസ്, ഇവരുടെ തന്നെ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അടിപൊളി ഭംഗി ഫീൽ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആഫ്റ്റർ ദാറ്റ് മുടി വളരാൻ തുടങ്ങി. ആൻഡ് ഐ ഹാഡ് സൂപ്പർ കേളി ഹെയർ, വേവീസ് കേളി ആയിട്ടുള്ള ആഫ്രിക്കൻ കേൾസ് പോലത്തെ കേൾസ് അല്ലായിരുന്നു, കുറച്ചൊരു ഇന്ത്യൻ കേൾസ് പോലത്തെ കേൾസ് ആയിരുന്നു. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. അത് കഴിഞ്ഞ് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞു. കോളേജിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഈ കേളി ഹെയർ തന്നെയായിരുന്നു. ഐ മീൻ ഒരു 4th year to 5th year to LLM ചെയ്യുന്നത് വരെ എനിക്ക് കേളി ഹെയർ ആയിരുന്നു. അതിനുശേഷം എൻ്റെ മുടി നീളാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇനിഷ്യലി ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ കേരളത്തിൽ വന്ന് കേരളത്തിലെ വെള്ളം ഉപയോഗിച്ച് തുടങ്ങി. കേരളത്തിലെ കേരളത്തിലെ വെള്ളത്തിൽ കുളിച്ച് തുടങ്ങി. തലമുടി പിന്നെയും എനിക്ക് വാട്ടർ എക്സ്പോഷർ ആണെന്നാണ് തോന്നുന്നത്. ഹ്യൂമിഡിറ്റി, വാട്ടർ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് സ്റ്റിൽ ഐ എം ജസ്റ്റ് ഡൗട്ട്ഫുൾ എന്താണിത് എന്നുള്ള രീതിയിൽ. അങ്ങനെ തിരിച്ചെത്തി കേരളത്തിൽ കോൺസ്റ്റൻ്റായി നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഐ നോട്ടിസ്ഡ് ദാറ്റ് എൻ്റെ മുടിക്ക് മാറുന്നുണ്ട്, മുടിയുടെ ടെക്സ്ചർ എഗെയിൻ മാറുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട് ആൻഡ് താഴേക്ക് കേളിയായിട്ട്. മനസ്സിലായില്ലേ? എനിക്കാണെങ്കിൽ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഇൻ ദ സെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മുന്നിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്, കണ്ടില്ലേ? ഇതുപോലത്തെ മുന്നിൽ സ്ട്രെയിറ്റ് ആണ്, പക്ഷെ ബാക്കിലോട്ട് കേളിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഹെയർ സ്റ്റൈൽ നമ്മൾ ശരിക്കും ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈൽ പോലെ. ആൻഡ് ഐ വാസ് വാവ്, ബ്ലോ ഡ്രൈ ചെയ്യാണ്ട് തന്നെ ഇറ്റ്സ് ലുക്കിംഗ് റിയലി ഗുഡ് അല്ലേ, നമ്മൾ സ്റ്റൈൽ ചെയ്യാണ്ട് തന്നെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. ആൻഡ് ഇറ്റ് ടേൺ ഡൗൺ റിയലി വെൽ ഓൾസോ. അപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻസിനനുസരിച്ചിട്ട് പിന്നെ മുടി മാറാൻ തുടങ്ങി എൻ്റെ. അതിന് മുമ്പ് ഈ ടെക്സ്ചർ നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കോംബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പാർട്ടീഷൻ, നമുക്ക് ബാക്ക് സൈഡിലെ മുടി ആദ്യം എടുക്കാം. ഇത് മുന്നോട്ട് ഇടുവാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ആക്കി ഇടുവാണ്. എന്നിട്ട് ഇതെടുക്കുന്നു.
എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഗ്ലൗസ് ഇടട്ടെ. റെഡി? ഓക്കെ, ഇതിങ്ങനെ എടുക്കുന്നു, ഉള്ളിൽ നിന്ന് എടുക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഓക്കെ, അടി വരെ ഉള്ളിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ട് ഒന്നുകൂടി ഇതെടുക്കുന്നു, എന്നിട്ട് പോകുന്നു. മനസ്സിലായില്ലേ? ഉള്ളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് പതുക്കെ കൊണ്ടുവന്നാൽ മതി. സോ ദാറ്റ് ചൂടായിട്ട് അതിൻ്റെ ഒരു സമയം കിട്ടട്ടെ. അങ്ങനെ തിരിച്ച് കേരളത്തിലെത്തി. ഞാൻ കേരളത്തിലെ വെള്ളത്തിലൊക്കെ കുളിക്കാൻ തുടങ്ങി. പിന്നെയും കേരളത്തിലെ ഞാൻ നോർമലി എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ട് എണ്ണ തേക്കും. എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു സ്കാൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ തേക്കും. എന്നിട്ട് നന്നായി എണ്ണ തലയിലേക്ക് ആക്കി ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇരിക്കും. ഒരു അരമണിക്കൂർ തലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കും. എന്നിട്ട് നോർമലായിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും വെച്ച് കഴുകിക്കളയും. ഇതാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. അല്ലാണ്ട് ഞാൻ കൂടുതലായിട്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അണിയൻ്റെ സംഭവം ചെയ്യാറുണ്ട്. പിന്നെ എസെൻഷ്യൽ ഓയിൽസും ചിലപ്പോൾ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ടും വേറെ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കണം ഗൈസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കേരളത്തിൽ വന്ന് അഗൈൻ കേരളത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ പണ്ടത്തെ മുടി പോലെ ആവുകയാണ് ഇപ്പോൾ. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മൈ ഹെയർ. നിങ്ങൾക്കും ഇങ്ങനത്തെ രീതിയിൽ ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ബിക്കോസ് ഐ എം ജസ്റ്റ് ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നടക്കുന്നത് ഇവിടെ? മുടി ഇടയ്ക്ക് സ്ട്രെയിറ്റ് ആവുന്നു, ഇടയ്ക്ക് കേളാവുന്നു. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഈസ്, ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് ബാംഗ്ലൂർ പോകുമ്പോഴും ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ നേരെ എൻ്റെ മുടി കുറച്ചുകൂടെ കേളിയാവും. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മൈ ഹെയർ ഡസൻറ്റ് ഹാവ് എൻ ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഹെയറിനൊരു ഐഡൻറ്റിറ്റി ഇല്ലേ ഇപ്പോൾ സ്വന്തമായിട്ട്? സ്ട്രെയിറ്റ് ആണെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആണ്, കേളിയാണെന്ന് ചോദിച്ചാൽ കേളിയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റും കേളിയാണെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റും കേളിയുമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഐ ലവ് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത് സ്ട്രെയിറ്റ് ആൻഡ് കേളി. അതെനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ മെയിനായിട്ടും ഹെയർ കെയർ ജേണി. അപ്പോൾ ഈ ഒരു 5-6 years ടിൽ 12th ഐ ഹാഡ് ലൈക്ക് സ്ട്രെയിറ്റ് ഹെയർ. പിന്നെ 12th കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു 4th year വരെയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ മുടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേളിയായി, ഭയങ്കരമായിട്ടും കേളിയായി. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇപ്പം തിരിച്ച് കേരളത്തിലെത്തി, കേരളത്തിലെ വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. ഹ്യൂമിഡിറ്റി, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആൻഡ് എവറിത്തിങ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ബാംഗ്ലൂരിൽ നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ നല്ല ചൂടാണല്ലോ. അപ്പം ആ ഒരു ക്ലൈമറ്റിക് ഡിഫറൻസിൻ്റെയും കൂടെ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഭയങ്കര സൂപ്പർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഹെയർ ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് വേവി ആവുന്നതാണ്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അല്ലാണ്ട് നാച്ചുറലി നടക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് കുറേ പേര് ചോദിക്കും, നീ കേൾ ചെയ്തതാണെങ്കിൽ വൈ കാണ്ട് യു അക്സെപ്റ്റ് ഇറ്റ്, വൈ കാണ്ട് യു ടെൽ ദാറ്റ് യു ഹാവ് കേൾഡ് യുവർ ഹെയർ. പക്ഷെ അല്ല ഗൈസ്, ഐ ഹാവൻ ലൈക്ക് ഞാൻ കേൾ ചെയ്തതല്ല, ഇത് നാച്ചുറലി ഇങ്ങനെ ആയതാണ്. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ എം സോ ഹാപ്പി ദാറ്റ് നാച്ചുറലി കേളായല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഗൈസ്, നമ്മൾ ഈ സൈഡ് ഇത്രയും സ്ട്രെയിറ്റ് ചെയ്തു. ആൻഡ് ഇത്രയും എന്താ പറയുക, ഇത്രയും നന്നായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് സ്പീഡിൽ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സൈഡും ഇത്രയും നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരു സ്ട്രോക്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റഡ് ആവും. എൻ്റെ നല്ല കേളി ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കണത് അടിയിലോട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോർഷൻ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റൻ ചെയ്യണം. അത് നമുക്ക് ഊരി, ഇത് കണ്ടില്ലേ ഈ ഭാഗം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കേളി ഹെയറിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ആൻഡ് ഇപ്പം ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. സോ നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്യാം, നമുക്കിതൊന്ന് കോംബ് ചെയ്യാം. കോംബ് ചെയ്തിട്ട് നമ്മുടെ ലൈക്ക് ചെടയുണ്ടെങ്കിൽ അതങ്ങ് കളയാം. ഓക്കെ, എന്നിട്ട് ഇത് മുന്നോട്ട് ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ബാക്ക് സൈഡ് ആദ്യം ചെയ്യാം. ഇത് ഓക്കെ, ഇത് ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആവുന്നുണ്ട്, കുറച്ചുകൂടി നടുക്കൂട്ടാക്കട്ടെ. ഓക്കെ, ഇങ്ങനെ എടുത്തു. ഈ ഹീറ്റ് പോകുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അതൊട്ടും എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നതാണ്. എനിക്ക് ചെയ്യുമ്പം ഹീറ്റ് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മുടി തൊടാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് താനും, കണ്ടില്ലേ? ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്. ഇനി മുൻഭാഗത്തെ നമുക്ക് ഈ മുൻഭാഗം രണ്ടും കൂടെ ഒരുമിച്ച് അവസാനം ചെയ്യാം. ഇതിപ്പം ഈ സൈഡും കൂടെ നമുക്ക് എടുക്കാം.
ഇതല്ലേ, ഇതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ കാണാൻ അന്യനെ പോലെ ഉണ്ടോ ഗൈസ്? അന്യനിലെ വിക്രത്തിനെ പോലെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു നാഗവലി വീണം മാട്ടേ. എന്താണ് ഇവിടെ ഒരു ചെട കയറി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് ഹെയർ ആണോ ഉള്ളത്, ഇപ്പോൾ കേളി ആണെങ്കിൽ കേളി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് ആണെങ്കിൽ, കേളി ഹെയർ ആണെങ്കിൽ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും കേട്ടോ. അത് ഫ്രിസി ആയിട്ട് നമുക്ക് തോന്നിക്കണതാണ്. ഓമേ, മൂക്കിൽ മുടി കയറിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേളി ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫ്രിസി ആയിട്ടിരിക്കുന്ന ഫ്രിസി ഹെയർ എന്ന് പറയുന്ന രീതിയിലില്ല. നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. പോകുന്നു, ഒന്നുകൂടെ എടുക്കട്ടെ. യാ, വെയിറ്റ്, മൊത്തം മുടി കിട്ടട്ടെ. ഇങ്ങനെ കിട്ടി, കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നു. നമ്മൾ പതുക്കെ വലിക്കുന്നു, എടുക്കുന്നു. യാ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഒരു ചെറിയൊരു ചെട വന്നിട്ടുണ്ട്, അതാണ് അവിടെ അങ്ങ് സ്റ്റക്കായത്. കണ്ടോ, ഇത് നോർമൽ ചീപ്പ് പോലെയാണ്, കണ്ടില്ലേ? നോർമലായിട്ടുള്ളൊരു കോമ്പ് പോലെയാണ്. സോ ഭയങ്കര സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ. അല്ലാണ്ട് സിമ്പിൾ മാത്രമല്ല, നമുക്ക് നോർമലി നമ്മൾ കോംബ് ചെയ്യത്തില്ല മുടി കോംബ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാനും കൂടെ പറ്റും. അഗാരൻ്റെ പ്രൊഡക്റ്റ് ആക്ച്വലി കൊള്ളാം. സ്ട്രെയിറ്റനായി മര്യാദയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് സ്ട്രെയിറ്റനായി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ മുൻഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. മുൻഭാഗം ജസ്റ്റ് ഓൾറെഡി സ്ട്രെയിറ്റ് തന്നെയാണ് ഇപ്പം എൻ്റെ മുടിയുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഇങ്ങനെ എടുത്തിട്ട് പാർട്ടീഷൻ ഇങ്ങനെ എടുക്കാം. ഈ ഭാഗം ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ ആക്കി വിടാം. ഓക്കെ അല്ലേ? ഇതേ സ്ട്രെയിറ്റൻ ചെയ്ത് വിടുവാണേ. യെസ് ഗൈസ്, യെസ് 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 യെസ്. ഇങ്ങനെ റെഡി. ഓക്കെ, കണ്ടില്ലേ? ഒന്ന് കണ്ണാടി നോക്കിയതാട്ടോ. ഇതൊന്ന് ഊരട്ടെ. ഗ്ലൗസ് ഒന്ന് ഊരിയിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തേക്കുവാണ്. യെസ്. അപ്പോൾ നമ്മുടെ മുടി നമ്മൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. നല്ല സ്മൂത്തായിട്ട് സ്ട്രെയിറ്റൻഡ് ആയിട്ടുണ്ട്. മുൻഭാഗമാണെങ്കിലും എൻ്റെ മുടിയുടെ കേള് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. എന്നിട്ട് നമ്മൾ ഇത്രയും വേഗത്തിൽ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ആദ്യം സ്ട്രെയിറ്റ് ടു കേളി, കേളി ടു സ്ട്രെയിറ്റ് ആൻഡ് കേളി മിക്സ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട് എ ചേഞ്ച്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇഫ് യുവർ ഹെയർ ഇസ് കേളി, ഇഫ് യുവർ ഹെയർ ഇസ് സ്ട്രെയിറ്റ്, എങ്ങനെയാണോ ഹെയർ അത് അതേപോലെ ട്രീറ്റ് ചെയ്യുക. കേളി ആയിട്ടാണെങ്കിൽ അത് കേളി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ കുറേ എക്സ്റ്റേണൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കാരണം നമ്മുടെ മുടിക്ക് മാറ്റം വരും. സോ യു ജസ്റ്റ് ഹാവ് ടു എക്സെപ്റ്റ് ദാറ്റ് നിങ്ങളുടെ മുടി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ്. അല്ലാണ്ട് അയ്യോ എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നല്ലോ, വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുടി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മുടി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത്രയും നമുക്ക് പറ്റത്തുള്ളൂ. സോ എന്തായാലും ഗൈസ്, ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തതിന് നമുക്കൊരു റേറ്റിംഗ് എത്ര കൊടുക്കണം നിങ്ങൾ പറയൂ? ഔട്ട് ഓഫ് 5 നമുക്കൊരു 4.5 to 5 വരെ 4.5 കൊടുക്കാം അല്ലേ? 4.5 കൊടുക്കാം. സോ മുടി സ്ട്രെയിറ്റായി അടിപൊളിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ പുറത്തേക്ക് പോകാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഹെയർ കെയർ ജേർണി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹെയർ ഞാൻ ഉപയോഗിക്കുന്ന റൊട്ടീനും ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.